ഞാനൊന്ന് എറണാകുളം വരെ പോവുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അങ്ങനെ നേരെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ വിട്ടത്. അങ്ങനെ നല്ല മുഖത്ത് നീരുണ്ട്, കാരണം ഉറക്കപ്പിച്ചായതുകൊണ്ടാണേ. അങ്ങനെ നേരെ ഞാൻ ദീത്തയുടെ വീട്ടിലേക്കാണ് പോയത്. ദീത്ത എന്ന് പറയുന്നത് അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, ഞാൻ ദീത്ത എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കുന്ന ചീറ്റിക്കുന്ന സാധനം അവർ പുറത്ത് സെറ്റാക്കിയേക്കാണ് കേട്ടോ, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറേ നേരം ദീത്തേനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇന്ന് ദീത്ത ഇവിടെയാണ് കേട്ടോ അയൽക്കൂട്ടം ഉള്ളത്. അപ്പം രാവിലെ തന്നെ അവളുമാരാണെങ്കിൽ എക്സാമിന് പോയിക്കുക, കാരണം പരീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പം മൂത്തയാൾ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അവളും കൂടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് മാങ്ങയൊക്കെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അവളും കൂടെ നല്ല ചൂട് പപ്സൊക്കെ കഴിച്ച് ഒന്ന് പുറത്തു പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഇവിടെ എറണാകുളത്ത് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം കേട്ടോ. 1 കിലോ 1000 രൂപ 900 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒന്ന് ബീച്ച് വരെ പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ പുതുവൈപ്പ് ബീച്ച് ആണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരു 10 മണി വരെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോയത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പം ഇളയ ആൾക്ക് അവൽ മിൽക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ പഴമൊക്കെ ഉടച്ച് മധുരമൊക്കെ ഇട്ട് നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൽ മിൽക്ക് കേട്ടോ. അങ്ങനെ അവൽ മിൽക്ക് അങ്ങനെ സെറ്റായി, അങ്ങനെ കറക്റ്റായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അവൽ മിൽക്ക്. അങ്ങനെ നേരെ മാറിക്കിടന്നങ്ങോട്ട് ഉറങ്ങി.